മക്കളെ, നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് ഗോത്ര കവിതയായ കെത്തളു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏതാണ് നമ്മളുടെ ഏട്ടക്കൂരി എന്ന് പറയുന്ന കാവ്യഭാഗം. ഇതൊരു ഗോത്ര കവിതയായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സംശയങ്ങൾ നമുക്ക് ഈ പാഠഭാഗമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ബേത്തിമാരൻ എന്നറിയപ്പെടുന്ന സുകുമാരൻ ചാലികഥയാണ് ഗോത്രഭാഷയായിട്ടുള്ള റാവുള്ള ഭാഷയിൽ ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. നമുക്ക് നേരെ കവിതയിലേക്ക് പോവാം. എന്താണ് അദ്ദേഹം ഈ ഒരു കവിതയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലെ. ഇന്നലെ ഒരു കാട്ടാന പെറ്റു വീണ കുഞ്ഞ് കറുത്തത്. ഇന്നലെ ഒരു കാടാന പെറ്റു വീണ പുള്ള എന്താണ്? കറുത്തയെ എന്നാണ് അതിൻ്റെ ഗോത്രഭാഷയിൽ എന്ത് ചെയ്യുന്നത്, അതിനെ പറയുന്നത്. അപ്പം എന്താണ് അതിൻ്റെ പരിഭാഷ എന്ന് നമുക്ക് നോക്കാം. ഒരു കാട്ടാന പ്രസവിക്കുകയാണ്. കാട്ടാന പ്രസവിക്കുമ്പോൾ അത് കറുത്ത കുഞ്ഞിനെ ആയിരിക്കുമല്ലോ. എന്തുകൊണ്ടായിരിക്കാം ഇവിടെ സ്പെഷ്യലായിട്ട് അതിൻ്റെ നിറത്തെ ഇവിടെ സൂചിപ്പിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? കാട്ടാന പെറ്റ കുഞ്ഞ് എന്താണ്? അതിൻ്റെ നിറം കറുത്തതാണ് എന്ന് പറയാണ്. അപ്പൊ കറുപ്പ് എന്നുള്ളത് എന്താണ്? കാടിന്റെ നിറമാണ് എന്ന് നമുക്ക് ഊഹിക്കാം അല്ലെ. അപ്പൊ കറുത്ത കുഞ്ഞാണ് അല്ലെ അവനെന്ന് പറയുമ്പോൾ കാടിന്റെ ഏകാന്തതയെ, അതിന്റെ സ്വത്വത്തെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കവി അവിടെ അടയാളപ്പെടുത്തുന്നത്. അടുത്ത വരി നോക്കൂ. ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാക്കയ്ക്ക് ഇരയായേക്കാമെങ്കിലും എന്ത് ചെയ്യാണ്, മീനുകൾക്ക് മറ്റിടമൊന്നുമില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാണ്, ഇരതേടി ഇറങ്ങിയിട്ടുള്ള നീർക്കാക്കയ്ക്ക് മുന്നിൽ എന്ത് ചെയ്യുന്നു, വീട്ടുതിണ്ണ പോലെ അല്ലെ, ഇങ്ങനെ ചേർന്ന് വരിവരിയായി നിന്ന് എന്ത് ചെയ്യാണ്, മീനുകൾ പ്രതിരോധം തീർക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇതൊരു ദൃശ്യഭംഗി കൂടെ എന്ത് ചെയ്യുന്നു, കവിതയ്ക്ക് നൽകുന്നു എന്നുള്ളതാണ് കേട്ടോ. അടുത്ത വരി നോക്കൂ. മരത്തിലെ മരവാഴപ്പൂക്കൾ 5 പെണ്ണിനെ തേടുന്നു. മുങ്ങാങ്കുഴിയിട്ട കല്ലുന്തി മീനിന് മൂക്കുത്തി വേണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള കാടിന്റെ സൗന്ദര്യത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കാട്ടുമരത്തിലെ മരവാഴപ്പൂക്കൾ എന്ത് ചെയ്യുന്നു, തങ്ങൾക്ക് വധുവിനെ തേടുന്ന കാഴ്ച കാണുന്നു അല്ലെ. അതേപോലെ എന്താണ്, കളങ്കമച്ച തനത് ജീവിതത്തിന്റെ സ്വപ്നങ്ങളെ അല്ലെ, മൂക്കുത്തി തേടുന്നതിനെ കുറിച്ചൊക്കെ എന്താണ്, കളങ്കമച്ച ഗോത്ര ജീവിതത്തിന്റെ എന്താണ് സ്വപ്നങ്ങളെ കുറിച്ച് കൂടി എന്ത് ചെയ്യുന്നു ഈ ഒരു വരികളിൽ നമ്മൾ കാണുകയാണ് അല്ലെ. പിന്നെ എന്താ പറയുന്നത്, കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി നരസിക്ക് നര വീണു. നരസി എന്ന് പറയുന്നത് നരസിപ്പുഴയാണ് അല്ലെ. പൊന്നും ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്. കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി, അതായത് പാരിസ്ഥിതികമായിട്ടുള്ള മനുഷ്യന്റെ അമിതമായിട്ടുള്ള പരിസ്ഥിതിയിലേക്കുള്ള കടന്നുകയറ്റം മൂലം എന്ത് ചെയ്യാണ്, പരിസ്ഥിതിയുടെ സന്തുലിതമായിട്ടുള്ള അവസ്ഥയിൽ ആകെ താറുമാറായിരിക്കുകയാണ് അല്ലെ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി പുഴയുടെ അടിഭാഗം കാണുകയാണ് അല്ലെ, വറ്റി വരണ്ടിരിക്കുകയാണ്. അപ്പോൾ വൃദ്ധരാവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ശാരീരികമായിട്ട് എന്ത് ചെയ്യുന്നു, അവശരായിരിക്കുന്ന അവസ്ഥ കൂടിയാണ് അല്ലെ. അപ്പോൾ ഇവിടെ വാർദ്ധക്യത്തിന്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നരയൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നരസിപ്പുഴ എന്ത് ചെയ്തു, വറ്റി അതിൻ്റെ ഉള്ളിലുള്ള വെള്ളക്കല്ല് പുറത്തേക്ക് കാണുന്നതിന് എന്ത് ചെയ്യാണ്, ആ പുഴ ശോഷിച്ചതായിട്ടും അതിന് അത് വൃദ്ധയായതായിട്ടും അതേപോലെ എന്ത് ചെയ്യുന്നു, ആ കല്ലുകൾ അതിൻ്റെ നരയായിട്ടും എന്ത് ചെയ്യാണ് കവി സങ്കല്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കാവ്യ സന്ദർഭമായിട്ട് എന്ത് ചെയ്യണം, അതിനെ നമ്മൾ പറയേണ്ടതുണ്ട്. പൊന്നും ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അതായത് പൊന്നും ചുമന്ന് അല്ലെ, തൻ്റെതായിട്ടുള്ള ഇതെല്ലാം സ്വന്തമാക്കി നമ്മുടെ എന്താണ് പൊൻകുഴിപ്പുഴ എന്ത് ചെയ്യാണ്, കാട്ടിലേക്ക് ഓടിക്കളയാണ്, രക്ഷപ്പെട്ടു പോവാണ്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യാണ്, കാട്ടിൽ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറണമെങ്കിൽ എന്ത് ചെയ്യണം, അനുവാദമൊക്കെ വേണം അല്ലെ. അപ്പൊ കാട്ടിലേക്ക്, തൻ്റെ ഇടത്തിലേക്ക് എന്ത് ചെയ്യാണ്, ഓടി രക്ഷപ്പെടുന്ന പൊൻകുഴിപ്പുഴയാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പോൾ വളരെ പ്രകടമായ രീതിയിൽ തന്നെ എന്താണ്, പാരിസ്ഥിതികമായിട്ടുള്ള അവസ്ഥയെ അല്ലെ വ്യക്തമായ രീതിയിൽ കവി അടയാളപ്പെടുത്തുന്ന വരികളാണ് ഇതൊക്കെ. ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് അല്ലെ വഴിവെട്ടിയാട്ടുന്ന കാറ്റും ചുറ്റും നനച്ചുറങ്ങിയ കാട്ടുമുയലിന് വലവെറും പുല്ലും എന്നാണ് പറയുന്നത് അല്ലെ. ജൈവികതയിൽ അതിജീവനത്തിന്റെ കരുത്തും സൗന്ദര്യവുമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണുന്നത് അല്ലെ. അതായത് പുഴവെട്ടി നീന്തുന്ന വാളയ്ക്കും കരവെട്ടി ചാടുന്ന ഏട്ടക്കൂരിക്കും എന്താണ്, മനം മയക്കുന്ന സൗന്ദര്യമുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, പുഴവെട്ടി നീന്തുന്ന വാളയ്ക്കും കരവെട്ടി ചാടുന്ന ഏട്ടക്കൂരിക്കും എന്തൊരു ചന്തം അല്ലെ, അതിന്റെ സൗന്ദര്യത്തെ കുറിച്ച് കവി വർണ്ണിക്കുകയാണ്. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട്, കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കാക്കുന്നു അല്ലെ. ആധുനിക മനുഷ്യന്റെ കണ്ണുകൾ എവിടെയും എത്തിയിരിക്കുന്നു, മലകളുടെ മുകളിൽ അല്ലെ. കാട്ടിൻ്റെതായിട്ടുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യാണ്, മനുഷ്യൻ ഇല്ലായ്മ ചെയ്യാണ്. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട് അല്ലെ. അതും എന്ത് ചെയ്യാൻ പോവാണ്, നശിക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ളൊരു സൂചന അവിടെ കാണുന്നു. ഞാൻ ഓടിച്ചാടി നടന്നെല്ലാം കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു. ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ്. അതായത് എല്ലാം എന്ത് ചെയ്യാണ് അല്ലെ, ആധുനികതയിലേക്ക് എല്ലാം എന്ത് ചെയ്യാണ്, നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് എന്ത് ചെയ്യുന്നത് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ് അല്ലെ. കാടിൻ്റെതായിട്ടുള്ള ആ ഒരു ഭംഗിയും അതിൻ്റെ എന്താ പറയുക തനിമയും ഒക്കെ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇവിടെ കാണുന്നത്. വരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതയിലെ വരികളാണ്. 7 മലകൾ കടന്നിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി, ഊത്തക്കാലത്തും രക്ഷയില്ല. വളരെ പ്രധാനപ്പെട്ട വരികളാണ്. ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം
കൂടിയാണ്. ഇതിനെക്കുറിച്ച് കവിക്ക് തന്നെ എന്താണ് നമ്മളോട് പറയാനുള്ളത് നോക്കിയാലോ. എന്താണ് കവി ഇത് എഴുതിയപ്പോൾ ഊഹിച്ചത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ അടിസ്ഥാനം നമുക്ക് നോക്കിയാലോ. 7 മലകൾ കടന്നിട്ടും 7 പുഴകൾ താണ്ടിയിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി. അങ്ങനൊരു വരികളുണ്ട് സാറിന്റെ കവിതയിൽ അവസാനം. വരികളുണ്ട്. പിന്നെ അത് ഞാൻ അവസാനിപ്പിച്ചത് അങ്ങനെ അതിന്റെ ഒരു സങ്കടം ആവാത്ത ഒരവസ്ഥ. കാര്യം എന്താന്ന് വെച്ചാല് ഓരോ മനുഷ്യനും പിന്നെ വിദ്യാഭ്യാസം ചെയ്ത് ഒരുപാട് മുന്നോട്ട് വരില്ലേ. അവര് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി അവരവിടം വരെ എത്തി വന്നിട്ട് പോലും പിന്നെ അവർക്ക് അവിടെയും ഒരു രക്ഷയില്ല, കിട്ടുന്നില്ല ഒരു ജോലിയോ, അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. മീനിപ്പോ പുറത്ത് മുട്ട കുടയാനല്ല പോയെ പുതുമഴ ഊത്തക്കാലത്ത്. അപ്പൊ അതിന് മുട്ട പോലും കുടയാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറി വന്നിട്ട് നമുക്കൊരു ജോലി സമ്പാദിക്കാൻ സാധിച്ചില്ല. അതായത് ഏട്ടക്കൂരി എന്ന് പറയുന്ന മത്സ്യത്തിലൂടെ ഗോത്ര വിഭാഗത്തെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത് അല്ലെ. അങ്ങനെ ഒരു ഇതാണ് നമ്മള് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസം അല്ലാത്ത രീതിയിൽ നമ്മൾ കൃഷിപരമായിട്ടും മറ്റ് ബിസിനസ് പരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. ഫൈനൽ എത്തി വന്നാലും ആ ഫൈനലിലേക്ക് എത്തൂല. പിന്നെ തിരിച്ച് അവസാനം സഹിക്കിട്ട് സ്വന്തം ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാര്യമാണ് ആ വരിയിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ കവി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അതോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണ്. അതായത് ഗോത്രവർഗം. അതായത് നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ചു കെത്തളു എന്ന് പറയുന്ന മത്സ്യം എന്താണ്, കാട്ടിൽ ഒരുപാട് മത്സ്യങ്ങൾ, ഒരുപാട് ജീവജാലങ്ങൾ, ആനയും അല്ലെ പുലിയും അല്ലെങ്കിൽ മുയലും ഒരുപാട് ജീവിവർഗങ്ങളും മത്സ്യങ്ങളുണ്ട്. എന്തുകൊണ്ടായിരിക്കാം കവി ഈ പറയുന്ന കെത്തളു എന്ന് പറയുന്ന മത്സ്യത്തെ തന്നെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ടീച്ചറോട് പറഞ്ഞൊരു കാര്യം എന്താണ്, ഈ മത്സ്യം എന്ത് ചെയ്യാണ്, അതിന് വംശനാശം സംഭവിക്കുകയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ പ്രകൃതിക്ക് മേലെയുള്ള കൈകടത്തലുകൾ മൂലം. അതേപോലെ തന്നെ എന്താണ്, ഗോത്ര സമൂഹം എന്ത് ചെയ്യാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ഗോത്ര സമൂഹത്തെ തന്നെയാണ് ഈ കെത്തളു എന്ന് പറയുന്ന അല്ലെ ആ മീനിലൂടെ എന്ത് ചെയ്യുന്നത് കവി ഇവിടെ പ്രതീകവൽക്കരിച്ചിരിക്കുന്നത്. അപ്പോൾ 7 മലകൾ കടന്നിട്ടും 7 പുഴകൾ താണ്ടിയിട്ടും അല്ലെ എന്താ പറയുക, നിക്കക്കള്ളി ഇല്ലാതായിട്ടുള്ള അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാൻ പോകുന്ന ഏട്ടക്കൂരികൾക്ക് വരെ എന്താണ് നിലനിൽപ്പില്ലാതാകുന്ന കാലത്തെയാണ് കവി എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു കവിതയിലൂടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ, നമ്മുടെ ഇൻ്റർവ്യൂ വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ചാനലിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഒരുപാട് പോയിന്റുകൾ, ഷോർട്ട് എസ്സേ ചോദിക്കുന്ന ചോദിക്കുന്ന സമയത്തും കവിയുടെ കാഴ്ചപ്പാടുകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് കുറേ കൂടെ ആഴത്തിൽ കവിതയെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൂടെ എന്ത് ചെയ്യുക, മക്കൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ ടീച്ചർ അത്രയും ബുദ്ധിമുട്ടി അതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ കാണുക, കണ്ട് മനസ്സിലാക്കുക, പഠിക്കുക. ഒരു മാർക്ക് പോലും ഈ ഒരു പാഠഭാഗത്ത് നിന്ന് എന്ത് ചെയ്യരുത്, മിസ്സായി പോയരുത്. ഉഷാറായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.